പലപ്പോഴും നമുക്കേ മലയാളം പാട്ടിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് തമിഴ് പാട്ടാണോ എന്ന്. തീർച്ചയായിട്ടും MSV സാറ്, സുശീലാമ്മ, സാറ്. അത് കേൾക്കാൻ ഇഷ്ടം അതാണ് കൂടുതൽ, കേൾക്കാൻ ഇഷ്ടം അതായിരുന്നു. അതാണ് അല്ല, കേൾക്കാൻ ഇഷ്ടം മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പാടാനും പാടിത്തരുവാനും ഇങ്ങനെ കിടന്നിട്ടൊക്കെ പാടാനും ഒക്കെ സൗകര്യം കൂടുതൽ ആ പാട്ടുകൾ. ഈ പറഞ്ഞു വന്നതേ വേറെ കാര്യം, ഇപ്പൊ ബിജേട്ടൻ പറഞ്ഞപ്പോഴാ ഞാൻ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നത് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. കസേര കിടക്കുക, അതെ ഇത് ഇങ്ങനെയല്ലേ സ്ഥിരം കസേരയിൽ കിടക്കുന്ന പോലെ വേറൊരു സംഭവമുണ്ട്. പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ദോശ സമയത്ത് വന്നില്ല. അപ്പൊ തന്നെ ദേഷ്യം പിടിച്ചു. അവിടെ സന്തോഷത്തിന് ഒരാളെ കൊണ്ടുപോയത്, ആരാധകനാ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പരിപാടി കഴിഞ്ഞ് റൂമിൽ എത്തുമ്പോഴേക്കും ദോശ വരണം. റൂമിൽ വന്നു, കാത്തിരിപ്പ് 15 മിനിറ്റ് നീണ്ടു. അപ്പൊ കട്ടിലൊന്നും മലർന്ന് കിടന്നു. 20ാമത്തെ മിനിറ്റിൽ ദോശ വന്നു. അപ്പൊ അവനുള്ള പ്രതിഷേധം എന്തായിരുന്നു അറിയോ? ദോശ അവിടെ വയ്ക്ക്, വെള്ളം കൊണ്ടുപോവാ, കിടന്നിട്ട് കൈ കഴുകി, കമഴ്ന്ന് കിടന്നിട്ട് ദോശ കഴിച്ചു. ഒരു സുഖം. കമഴ്ന്ന് കിടന്ന് ദോശ കഴിക്കുമ്പോ കാല് പൊക്കി ആസ്വദിച്ചു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കൈ കഴുകി പാത്രം എടുത്തുകൊണ്ടായിട്ട് സുഖായി എന്നുകൊണ്ട് മലർന്ന്. ഇതാണ് അല്ല, ഞാൻ പറഞ്ഞത്, ദൂരദർശന്റെ തമിഴ് ചാനലില് MSVയുടെ മ്യൂസിക്കിൽ ജയേട്ടനും വാണിയമ്മയും കൂടെ പാടിയൊരു പാട്ട് വരും. അത് നമ്മൾ പിന്നീട് ആ പാട്ടിന്റെ ലിറിക്സ് എല്ലാവർക്കും അറിയാം. കണ്ണുക്ക് മയ്യഴക്, കവിതയ്ക്ക് പൊയ്യഴക്. അത് സിനിമയിൽ പിന്നീട് ഉണ്ണിയേട്ടൻ ഒക്കെ പിന്നെ പാടിയത് അതിന് വളരെ മുമ്പ്. ഇത് അത് പക്ഷെ ഫുൾ ലിറിക്കുണ്ട്. ഇപ്പൊ നമ്മൾ സിനിമയിൽ കേൾക്കുന്ന കുറച്ച് എഡിറ്റഡ് ആണ് വൈരമുത്തുവിന്റെ. പക്ഷെ ഇത് ഫുൾ സോങ് ആയിട്ട് കണ്ണുക്ക് മയ്യഴക്, കവിതയ്ക്ക് പൊയ്യഴക്, അത് മണിയമ്മയാണ്. യാനയ്ക്ക് കൊമ്പഴക്, അവർക്ക് നാനഴക്. ജയേട്ടന്റെ ഒരു സ്റ്റൈൽ. അത് മാത്രമല്ല, ജയേട്ടൻ പാൻസിന്റെ 2 പോക്കറ്റ് കൈയൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ടുള്ള ജയേട്ടൻ. എനിക്ക് തോന്നുന്നു ഒരു 45 വയസ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. വേറെ ഒരു കാര്യമുള്ളത്, ഈ അഭിനയം ഇഷ്ടമാണ്. അസാധ്യ ആക്ടറാണ്. അല്ല, നമുക്ക് കണ്ട സിനിമകളിൽ അറിയാലോ. ഈ നക്ഷത്രങ്ങളില് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അടുത്തറിയുന്നവർക്ക് അറിയാം, അതാണ് യഥാർത്ഥത്തിലുള്ള ജയേട്ടൻ. അതെ ശരിക്കുള്ള ജയേട്ടനാണ് ഹരിഹരൻ സാർ ആ സിനിമയിലുള്ള. ട്രിവാൻഡ്രം ലോഡ്ജിലും ഉണ്ട്. ഈ നക്ഷത്രങ്ങളിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കയറി ഇറങ്ങി പോകുമ്പോ അവിടെ അവരുടെ വീട്ടിലോട്ട് കയറുന്ന ഇടനാടിയിൽ ഒരു കൊരങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനോട് ഇന്ററാക്ട് ചെയ്യുന്ന ചുരുക്കം ചില ക്യാരക്ടറിൽ ജയേട്ടനാ. നമ്മൾ കൊരങ്ങനെ മൈൻഡ് ചെയ്യില്ല, ഇങ്ങനെ പോക്കിന് വേണ്ടി കൊരങ്ങൻ ഇങ്ങനെ ചേട്ടൻ. അതാ ഞാൻ പറഞ്ഞത്, ഈക്വലന്റ് ഓപ്പോസിറ്റ് കൊരങ്ങനെ റിയാക്ഷൻ കൊടുത്തിട്ടേ പോവും വരും ചെയ്യുള്ളൂ ചേട്ടന്റെ കാര്യം. അതുപോലെ വിനീതിന്റെ ക്യാരക്ടറിനോട് ഇയാൾ കേൾക്കണം മറ്റേ പാട്ട്, പഴയ പാട്ട്.